ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അല്ലെങ്കിൽ ജനാധിപത്യ സ്ഥാപനങ്ങളിലും സംവിധാനങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യം എന്നൊരു വിഷയം നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ജനാധിപത്യത്തിന്റെ മൗലികമായ ഒരു പ്രതിസന്ധി കൂടി നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടതുണ്ട്. ജനാധിപത്യം നേരിട്ട എക്കാലത്തെയും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി അത് ന്യൂനപക്ഷങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ജനാധിപത്യത്തിന്റെ ടെക്നിക്കൽ മീനിങ്ങിൽ നമുക്കറിയാം, അതിന്റെ ഒരു സൈദ്ധാന്തികമായി നമ്മൾ എന്ത് പറഞ്ഞാലും അത് പ്രയോഗ തലത്തിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷത്തിന്റെ ഭരണം അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ ആധിപത്യം, ഭൂരിപക്ഷത്തിന്റെ തീരുമാനം നടപ്പാക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിലേക്ക് ജനാധിപത്യ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും മാറും. സ്വാഭാവികമാണ്. അവിടെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നം. ഏറ്റവും ഐഡിയലായ ഒരു സിറ്റുവേഷൻ ഡെമോക്രസി അല്ല എന്ന് രാഷ്ട്രമീമാംസാ പണ്ഡിതന്മാർ പോലും പല ഘട്ടങ്ങളിലും പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ്. ഇന്ത്യയിൽ സവിശേഷമായി ഇന്ത്യ ഒരു ജാതിബന്ധിതമായ ഒരു സമൂഹം എന്ന നിലയിൽ തീർച്ചയായും ഇന്ത്യൻ ജനാധിപത്യത്തിന് വേരോട്ടം ഉണ്ടാക്കുന്ന നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങൾ ഭരണഘടന തന്നെ രൂപീകരിച്ച അതിന്റെ ശില്പികൾ പോലും വളരെ സംശയദൃഷ്ടിയാണ് നോക്കി കണ്ടത്. ബി.ആർ. അംബേദ്കർ ഒരിക്കലും ജനാധിപത്യം ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായ ഒരു രാഷ്ട്രീയ ഭരണ സംവിധാനമായി മാറുമെന്ന് കരുതിയിരുന്ന ഒരാളായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഡെമോക്രസി ഈസ് നോട്ട് എ പ്ലാന്റ് വിച്ച് ഗ്രോസ് എവരിവെയർ എന്നതാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലായിടത്തും വളരുന്ന ഒരു ചെടിയല്ല. ഇന്ത്യ ജനാധിപത്യം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പാകമായ ഒരു മണ്ണല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തന്നെ അംബേദ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഡെമോക്രസി ഏത് ഘട്ടത്തിലും ഒരു കമ്മ്യൂണൽ ഡെമോക്രസിയായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പാർലമെന്റിൽ നിയമനിർമ്മാണ സഭകളിൽ ബ്രാഹ്മണർക്കുള്ള പ്രാതിനിധ്യത്തിന് ഒരു സീലിംഗ് വയ്ക്കണം എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞു. പ്രത്യക്ഷത്തിൽ നമുക്ക് ജനാധിപത്യ വിരുദ്ധം എന്ന് തോന്നാവുന്ന ഒരു നിർദ്ദേശം വരെ അംബേദ്കർ ഒരു ഘട്ടത്തിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ തന്നെ അല്ലെങ്കിൽ അത് ചർച്ചകളിൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പ്രശ്നത്തിൽ ജനാധിപത്യത്തിന് ഒരു ബലഹീനത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആ ഒരു കോണ്ടക്സ്റ്റിൽ കൂടി വേണം നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രാതിനിധ്യത്തെ കുറിച്ച് ആലോചിക്കേണ്ടത്. മുസ്ലിം പ്രാതിനിധ്യം മറ്റു ചില വിഷയങ്ങളിലേക്ക് കൂടി എത്തുന്നുണ്ടെന്നുള്ള കാര്യം വേറെ. അപ്പോൾ ഇന്ത്യയുടെ ഒരു കോണ്ടക്സ്റ്റ് നമുക്ക് നോക്കിയാൽ ഇതുവരെ ഇന്ത്യൻ പാർലമെന്റിലോ ഭരണ സംവിധാനത്തിലോ മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷം എന്ന നിലയിൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഒരിക്കലും ഒരിടത്തും കിട്ടിയിട്ടില്ല. പ്രഥമ പാർലമെന്റിൽ നമുക്ക് മുസ്ലിം എംപിമാരുണ്ടായിരുന്നത് 25 പേരാണ് അല്ലെ. അവിടെ നിന്ന് 2024 എത്തുമ്പോൾ 22-24 എന്നത് ചുരുങ്ങുന്നു എന്ന് മാത്രമല്ല, ഒരു മന്ത്രി പോലും ഇല്ലാത്ത 2 മന്ത്രിസഭകൾ, കേന്ദ്ര മന്ത്രിസഭകൾ ഈ രാജ്യത്ത് ഉണ്ടായി പോകുന്നു. ഒരു മുസ്ലിം പ്രാതിനിധ്യം മന്ത്രിസഭയിൽ ഇല്ലാത്ത, സർക്കാരിന്റെ ഭാഗമായി ഒരിടത്തും വരാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഭരണകക്ഷിയിലെ ഏതാണ്ട് 380ഓളം വരുന്ന എംപിമാർ, ലോക്സഭയിലും രാജ്യസഭയിലുമുള്ള എംപിമാരിൽ ഒരു മുസ്ലിം പോലും ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം മാറി എന്നുള്ളത് ഒരു പ്രശ്നമാണ്. മാത്രമല്ല, നമ്മുടെ ഏതാണ്ട് 28 സംസ്ഥാനങ്ങളിൽ 1982 ശേഷം കശ്മീർ ഒഴികെ ഒരു സംസ്ഥാനത്തും ഒരു മുസ്ലിം മന്ത്രി, ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. A.R. അബ്ദുറഹ്മാൻ ആന്തുലയാണ് അവസാനമായി ഇന്ത്യയിലുണ്ടായ ഒരു മുസ്ലിം മുഖ്യമന്ത്രി. അപവാദമുള്ളത് പോണ്ടിച്ചേരിയിൽ മാത്രമാണ്. M.O.H. ഫാറൂഖ് ഒരു ഘട്ടത്തിൽ പോണ്ടിച്ചേരി മുഖ്യമന്ത്രി ആവുന്നുണ്ട്. അല്ലാതെ ഒരിടത്തും ഒരു മുഖ്യമന്ത്രി പോലും ഇന്ത്യയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ രാജ്യത്തിന്റെ പൊതുചിത്രം ഇതാണ്. രാജ്യത്ത് ഹിന്ദുത്വ വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് ആശ്വസിക്കുമ്പോൾ, ഹിന്ദുത്വ വളർച്ച അത്രത്തോളം വേരൂന്നിയിട്ടില്ലാത്ത കേരളത്തിലെ അവസ്ഥ എന്താ? നമ്മൾ അങ്ങനെയാണല്ലോ പറയാറ്, കേരളം മതേതര ഭൂമിയാണ്, കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഭയങ്കരമായ വിസിബിലിറ്റി ഉണ്ട്, മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയപരമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും വളരെ മുന്നോക്കം നിൽക്കുന്നുണ്ട്, ജനസംഖ്യാനുപാതികം എന്നല്ല, അവരർഹിച്ചതിനേക്കാൾ അവർ സമ്പാദിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നൊക്കെ വ്യാപകമായ പ്രചാരണം ഉണ്ടാവുകയും നമ്മളും അങ്ങനെ തന്നെ വിശ്വസിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കേരളത്തിലെല്ലാം സേഫാണ്. അങ്ങനെയാണ്. കേരളത്തിലും ഇതുവരെ 1957 കേരളം രൂപീകരിച്ചത് മുതൽ ഈ കാലം വരെ ഒരു ഘട്ടത്തിൽ പോലും ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം നമ്മുടെ നിയമനിർമ്മാണ സഭകളിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 4/1 അധികം മുസ്ലിങ്ങളുണ്ട്. അപ്പൊ 27% എന്ന് നമ്മൾ പറയുന്നു. അത് 30 വരെ എന്ന് അനൗദ്യോഗികമായ ചില കണക്കുകൾ പറയുന്നുണ്ട്. ഇനി 27 അല്ലെങ്കിൽ 25% എന്ന് പറയുക നമ്മൾ കണക്കാക്കുക. എങ്കിൽ പോലും 4/1 ഉണ്ടല്ലോ. 4/1 നിയമസഭയിൽ നമുക്ക് മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാകണമെങ്കിൽ 140-ന്റെ 4/9 35 MLA-മാർ വേണം. 35 MLA-മാർ ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പ്രഥമ നിയമസഭയിൽ 1957 ആദ്യ സഭയിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് 10 MLA-മാര്, ഒരു മുസ്ലിം മന്ത്രിയും. അവിടെ നിന്ന് ഇപ്പൊ ഏതാണ്ട് 30-ലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലേതാണ്ട് ഒരു 60-70% വരെ മുസ്ലിം ലീഗിന്റെ അംഗങ്ങളായി. ബാക്കി എല്ലാ സെക്യുലർ പാർട്ടികൾ കൂടി സംഭാവന ചെയ്യുന്നത് വളരെ ചെറിയൊരു ശതമാനമാണ്.
അപ്പം മുസ്ലിം ലീഗിന് പുറത്ത് നിയമനിർമ്മാണ സഭകളിലേക്ക് മുസ്ലിങ്ങളെ എത്തിക്കുന്നതിലും ആ റെപ്രസെന്റേഷൻ ഉറപ്പാക്കുന്നതിലും കേരളത്തിലെ ഈ സോകോൾഡ് സെക്യുലർ അല്ലെങ്കിൽ മുഖ്യധാരാ പാർട്ടികൾ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ വിഷയം അവർ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഇനി കഴിഞ്ഞ ദിവസം വന്നൊരു കണക്കുകൾ നമുക്കറിയാം. നമ്മുടെ സംസ്ഥാനം ഇപ്പം 57 മുതൽ ഈ അടുത്ത വർഷത്തേക്ക് ഏതാണ്ട് 70 വർഷം പൂർത്തിയാവുകയാണ്. 70 വർഷം പൂർത്തിയായി. ഈ 70 വർഷത്തിനിടയിൽ 35 വർഷവും 5 മാസവും ഇവിടെ ഭരിച്ചത് 4 നായർ മുഖ്യമന്ത്രിമാരും ഒരു നമ്പൂതിരിയാണ് മുഖ്യമന്ത്രിയാണ്. നമ്മൾ സാമുദായിക അടിസ്ഥാനത്തിൽ അത് പറയുമ്പോൾ പകുതിയിലേറെ സമയം 12 വർഷത്തോളം ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുണ്ടായി. എന്നാൽ കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടായത് കേവലം 48 ദിവസം മാത്രമാണ്. 48 ദിവസം മാത്രം. 27% കേരളത്തിൽ. മന്ത്രിമാരുടെ കണക്ക് അങ്ങനെ തന്നെ. മന്ത്രിമാർ വന്നതിൽ ഏതാണ്ട് 116 മന്ത്രിമാർ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കേരള സർക്കാരിലുണ്ടായിട്ട് 116 പേർ. ക്രൈസ്തവരിൽ നിന്ന് 77 പേർ. അതായത് അവരുടെ ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ 55% അധികമാണ്. മറ്റത് 147% അധികം. ഇനി 27% വരുന്ന മുസ്ലിങ്ങളുടെ കാര്യമോ ആകെ 65 പേർ. ജനസംഖ്യാനുപാതികമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ 38% കുറവ് എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ കേരളത്തിലെല്ലാം സേഫാണെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ തദ്ദേശ സ്ഥാപനങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിലെ 6 കോർപ്പറേഷനുകളിൽ കൊല്ലത്ത് മാത്രമാണ് ഒരു മുസ്ലിം മേയർ ഉണ്ടായത്, അല്ലെ? കൊല്ലത്ത് മാത്രമാണ് ഒരു മുസ്ലിം മേയർ ഉണ്ടായത്. ജില്ലാ പഞ്ചായത്തുകളിലോ? ജില്ലാ പഞ്ചായത്തുകളിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാത്രമാണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമാണ് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളത്. 14 ജില്ലാ പഞ്ചായത്ത്. അപ്പൊ നമ്മൾ വിചാരിക്കും ബാക്കിയൊക്കെ നായരും നമ്പൂതിരിയും ഒക്കെ ആയിരിക്കും എന്ന്. അല്ല, കേരളത്തിലെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ 6 ജില്ലാ പഞ്ചായത്തുകളിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണ് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷന്മാർ, ഇൻക്ലൂഡിങ് കാസർഗോഡ്, കോഴിക്കോട്, തൃശ്ശൂര്, ഇടുക്കി, പത്തനംതിട്ട, ഒരു ജില്ല കൂടെ ഉണ്ട്. 6 ജില്ലകൾ: ഇടുക്കി, പത്തനംതിട്ട, കാസർഗോഡ്, കോഴിക്കോട്, തൃശ്ശൂര്. അപ്പം അവിടെ ഈ മുസ്ലിം പ്രാതിനിധ്യമല്ല. ഇനി കൗതുകമായ ഒരു കണക്ക്, അത് ഷരീഫ് സാഗറോ നാസറിജ പറയുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പൊ തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിന് കീഴിലെ പഞ്ചായത്തുകളിലെ കോൺഗ്രസ് ഭരിക്കുന്ന 5 പഞ്ചായത്തുകളിലെ UDF ഭരിക്കുന്ന 5 പഞ്ചായത്തുകളിൽ കോൺഗ്രസ് പ്രസിഡന്റുമാരുള്ള 4 പഞ്ചായത്തിൽ 4 പഞ്ചായത്ത് പ്രസിഡന്റും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ഇനി UDFിലെ മറ്റ് കക്ഷികൾ ഭരിക്കുന്നിടത്തുള്ള കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമാരെല്ലാം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അവിടെയുള്ള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ 2 പേരും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. അത് സാധ്യമാവുന്നു എന്നുള്ളതാണ്. അത് സാധ്യമാവുകയും അത് സ്വാഭാവികവൽക്കരിക്കപ്പെടുകയും അതിനോടൊരു ചോദ്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത്. ഞാനിത് ഓടിച്ചു പോകുന്നത് സമയം വളരെ കുറവായതുകൊണ്ടാണ്. അപ്പൊ എന്താണ് ഇതിന്റെ പ്രശ്നം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഞാൻ പല ഉത്തരങ്ങളും പല ആളുകളും പറയുന്നുണ്ട്. പക്ഷെ എനിക്കതിൽ തോന്നുന്നത് 2 പ്രധാനപ്പെട്ട പ്രശ്നം. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു രാഷ്ട്രീയ അജണ്ട ഇല്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി ഒരു മൂവ്മെന്റ് അവിടെ. മുസ്ലിം മതസംഘടനകൾ വളരെ പ്രബലരാണ് കേരളത്തിൽ. നിങ്ങൾ നോക്കൂ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കേളികെട്ട് ഉയർന്നപ്പോൾ, സാധാരണഗതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളുടെ കേളികെട്ട് വരുമ്പോൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒന്നിനു പിറകെ ഒന്നായി യാത്രകൾ പോകും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, എല്ലാ പ്രധാനപ്പെട്ട ആളുകളും. പക്ഷെ ഈ രാഷ്ട്രീയ പാർട്ടികളെക്കാളും ഒരു മുഴം മുമ്പേ ജാഥ പോയത് കേരളത്തിലെ പ്രമുഖമായ 2 മുസ്ലിം മതസംഘടനാ നേതാക്കന്മാരായിരുന്നു. കാന്തപുരം ഉസ്താദിന്റെ കേരള യാത്രയും തൊട്ടു പിന്നാലെ ജിഫ്രി തങ്ങളുടെ കേരള യാത്രയും. അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെ ഒരു യാത്ര. അതിനുശേഷമാണ് VD സതീശനും MV ഗോവിന്ദനും വരെ യാത്ര തുടങ്ങിയത്. അപ്പൊ അങ്ങനെ യാത്ര തുടങ്ങി നമ്മുടെ ഒരു പൊളിറ്റിക്കൽ വിസിബിലിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുള്ള ഡിമാൻഡ് എന്താ? ഒരു പൊളിറ്റിക്കൽ ഡിമാൻഡ് ഉണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ ഈ യാത്ര കൊണ്ട് കാര്യമല്ലല്ലോ. ശരിയാണ്, ഞങ്ങൾക്ക് ഇത്രത്തോളം സ്വാധീനം കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സിലുണ്ട് എന്ന് തെളിയിക്കാൻ ഈ ജാഥയും ആൾക്കൂട്ടവും പ്രസംഗവും ബഹളവും ഒക്കെ ഉണ്ടാവും. അതിനുശേഷം അതിന്റെ റിസൾട്ട് എന്താണുള്ള ക്വസ്റ്റ്യൻ. അങ്ങനെയുള്ള സ്വാധീനം നമ്മൾ ഭരണകൂടത്തിനുമേൽ ഒരു സമ്മർദ്ദ ശക്തിയായി നിൽക്കുകയും അവർ റെപ്രസെന്റ് ചെയ്യുന്ന സമുദായത്തിന്റെ അർഹമായ ഭരണഘടനാപരമായ നിയമപരമായ ആനുകൂല്യങ്ങൾ വാങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് സാധിക്കുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കണക്ക് പറഞ്ഞു. അതിനേക്കാൾ രസകരമായ കണക്കുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല. ഇപ്പോ ജില്ലാ വിഭജനം ഈ 2 യാത്രയിൽ ഉയർന്നു വന്നൊരു കാര്യമാണ്. മലപ്പുറം ജില്ല വിഭജിക്കണം എന്നത്. ജില്ലകൾ ഉണ്ടാവുക, പഞ്ചായത്തുകൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു സമുദായത്തിന്റെ ആവശ്യമല്ല സത്യത്തിൽ. അത് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയുള്ള ഒരു ഇടപാടാണ്. കേരളം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളല്ലല്ലോ ഇപ്പോൾ. അപ്പൊ ജില്ലകൾ ഇനി ഉണ്ടാവാം,
സംസ്ഥാനങ്ങൾ ഇനി ഉണ്ടാവാം, പഞ്ചായത്തുകൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. പക്ഷെ അത് മലപ്പുറം എന്നുള്ളതിനോട് ചേർന്ന് പറയുമ്പോൾ അത് വലിയൊരു ഭീകരപ്രവർത്തനമായി മാറുക. ഭരണപരമായ ചുമതലകൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലയിൽ വിശാലമായ ഏരിയകൾ പകുത്ത് പുതിയ ജില്ലകളും താലൂക്കുകളും ഉണ്ടാക്കുന്നത് മലപ്പുറത്തേക്ക് വരുമ്പോൾ ഒരു പ്രശ്നമായി പറയാം. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്നാൽ പിന്നെ മൂവാറ്റുപുഴ കൂടി ആദ്യം പറയാം. പണ്ട് അറബിക് സർവകലാശാലയും സംസ്കൃത സർവകലാശാലയും വന്ന കഥ നമുക്കറിയാം. അറബിക് സർവകലാശാല എന്ന് പറഞ്ഞ വലിയ ബഹളം ഉണ്ടായി, ഫലത്തിൽ എന്തുണ്ടായി? സംസ്കൃത സർവകലാശാല ഉണ്ടായി. അറബിക് സർവകലാശാല എന്ന് പറയുന്നത് സമുദായത്തിന്റെ ആവശ്യമായി മുദ്രകുത്തപ്പെട്ടു. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ നിന്ന് ഏതാണ്ട് 30 ലക്ഷത്തോളം ആളുകൾ അറബ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അറബി എന്നുള്ളത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ്, തൊഴിൽ സാധ്യതയുണ്ട്. അപ്പൊ സ്കിൽ എഡ്യൂക്കേഷൻ എന്നൊക്കെയാണല്ലോ പറയുന്നത്. വലിയ തൊഴിൽ സാധ്യതയുള്ള ഒരു ഭാഷയാണ്. അത് പഠിപ്പിക്കാൻ കേരളത്തിലൊരു സർവകലാശാല വേണ്ട എന്ന് കേന്ദ്രത്തിൽ BJP സർക്കാർ വരുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ തീരുമാനിക്കുകയും മൃതഭാഷ എന്ന് പറഞ്ഞിരുന്ന സംസ്കൃതത്തെ പഠിപ്പിക്കാൻ വേണ്ടി സർവകലാശാല ഉണ്ടാക്കുകയും ചെയ്തു. അപ്പൊ നമ്മുടെ പ്രയോറിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ ഡിമാൻഡിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ പറയുന്ന സാധ്യതകളൊക്കെ ഉണ്ട്. നമുക്കുള്ള അത്ര പത്രം ആർക്കുണ്ട്? കേരളത്തിലെ നായർ കമ്മ്യൂണിറ്റിക്ക് ഒരു പത്രവും ഇല്ല, ഒറ്റ പത്രവും ഇല്ല. കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഒരു ദീപിക അല്ലാതെ മറ്റൊരു പത്രമില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന 4 പത്രങ്ങളുണ്ട്. മാധ്യമമുണ്ട്, ചന്ദ്രികയുണ്ട്, സിറാജുണ്ട്, സുപ്രഭാതമുണ്ട്. ഈ 4 പത്രം കൊണ്ട് നമ്മൾ എന്ത് സാമൂഹ്യ ദൗത്യമാണ് നിർവഹിക്കുന്നത്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പത്രങ്ങളുടെ പ്രധാനപ്പെട്ട ചുമതല ഈ പറയുന്ന എന്താ പറയാ, ഈ പൊളിറ്റിക്കൽ നരേറ്റീവ് ഉണ്ടാക്കുക, അജണ്ട സെറ്റ് ചെയ്യുക, ഭരണകൂടത്തിന് ഉത്തരവാദിത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം നാം പണം കൊടുത്ത് നാം നിലനിർത്തി പോരുന്ന പത്രങ്ങൾക്ക്, ചാനലുകൾക്ക് പോലും എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാകും? ഒന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് ഫലപ്രദമായ രീതിയിൽ, കിട്ടേണ്ട രീതിയിൽ വാങ്ങിയെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ NSS ഒരു പത്രവും നടത്തുന്നില്ല, അവരെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, അല്ലേ? സുകുമാരൻ നായർ ഒരു കേരള യാത്രയും ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷേ ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും അവരെ പൊളിറ്റിക്കൽ ഡിമാൻഡ് അവർക്ക് അംഗീകരിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ വിസിബിലിറ്റി കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നോക്കുന്നിടത്തൊക്കെ ഇവന്മാര് ഭയങ്കരമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്ന് തോന്നിപ്പിക്കുകയും ഫലത്തിൽ ഇതിന്റെ കോറിലേക്ക് വരുമ്പോൾ ഒരു ഡിമാൻഡ് പോലും ഉന്നയിക്കാൻ പറ്റാത്ത വിധം ദുർബലരാകുകയും ചെയ്യുമെന്നുള്ളതാണ്. അതൊരു പ്രശ്നമാണ്, പൊളിറ്റിക്കൽ അജണ്ടയുടെ ഒരു പ്രശ്നം മാത്രമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, കേരളത്തിലെ ഈ സോകോൾഡ് ഈ പറയുന്ന സെക്യുലർ പാർട്ടികളും ബുദ്ധിജീവികളൊക്കെ കൂടി അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയും, അല്ലെ? ഭൂരിപക്ഷത്തിന്റെ ഡിമാൻഡ് മാത്രമല്ല. ഇങ്ങനെ ചോദിക്കും, മതവും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടുണ്ടോ? മതസംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടുണ്ടോ? പാടില്ല എന്ന് തന്നെയാണ് ഉത്തരം. എന്റെ വ്യക്തിപരമായ ഉത്തരം അതാണ്. പക്ഷെ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ്, എവിടെ നിന്നാണ് നമ്മൾ പറയുന്നത്? പാടില്ല എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ്? മതം ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ എവിടെയും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അത് പറയാൻ പറ്റും. ഇപ്പൊ നോക്കൂ, നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ, രാജ്യത്തിന്റെ ഭരണ സംവിധാനം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി മതം രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് പോവുകയാണ്. അവിടെയാണ് പറയുന്നത് ഇത് രണ്ടും അപകടമാണ് എന്ന് പറഞ്ഞ് ന്യൂനപക്ഷ സംഘാടനത്തെ, അവരുടെ സാമുദായികമായ ആവശ്യങ്ങളെ, ജനകീയമായ ആവശ്യങ്ങളെ നിരാകരിക്കുന്നത്. അവിടെ നമുക്ക് പറയാൻ കഴിയേണ്ട ഒരു കാര്യം, ഏതൊരു സമൂഹത്തിലെയും ഭൂരിപക്ഷ മതത്തിന്റെ രാഷ്ട്രീയ ഇടപെടൽ പോലെയല്ല ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ളതാണ്. ഭൂരിപക്ഷത്തിന്റെ രാഷ്ട്രീയ ഇടപെടൽ എപ്പോഴും ആധിപത്യത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ന്യൂനപക്ഷത്തിൻ്റെത് അതിജീവനത്തിന് വേണ്ടിയുള്ളതായിരിക്കും. അത് മതന്യൂനപക്ഷമാവട്ടെ, രാഷ്ട്രീയ ന്യൂനപക്ഷമാവട്ടെ, ലൈംഗിക ന്യൂനപക്ഷമാവട്ടെ, ഭാഷാ ന്യൂനപക്ഷമാവട്ടെ. ഇത് അറിയാത്ത ആളുകളല്ല, ഇത് രണ്ടും സമമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ എന്താ പറയാ തിയറി മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിലൊക്കെ ഒരു അർത്ഥത്തിൽ അപകർഷതാബോധം കൊണ്ടും വിധേയത്വ മനോഭാവം കൊണ്ടും നമ്മൾ അതിൽ വീണു പോവുകയും ചെയ്യാം. പറയാൻ പറ്റാത്ത ഈ പരിമിതി എന്ന് പറയുന്ന ഒരു വാക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് മാത്രം വേണ്ടി കണ്ടുപിടിച്ച ഒരാവശ്യമുണ്ട്. ഒരു സംഗതിയായിട്ട് തോന്നുക. വെള്ളാപ്പള്ളിക്ക് പരിമിതിയില്ല, സുകുമാരൻ നായർക്ക് പരിമിതിയില്ല, ബിഷപ്പുമാർക്ക് പരിമിതിയില്ല. പക്ഷേ മുസ്ലിം പേരുള്ള ഏതൊരാൾക്കും ഒരു പരിമിതിയുണ്ട് എന്നുള്ള ഒരു വ്യാപകമായ പ്രചാരണം. അതുകൊണ്ട് നാം നമ്മുടെ ന്യായമായ അവകാശങ്ങളോ ഡിമാൻഡുകളോ മുന്നോട്ട് വയ്ക്കുന്നതിൽ നിന്ന് ബോധപൂർവം പിന്മാറുകയോ ഏറ്റവും പോളിഷ്ഡായ ഭാഷയിൽ ഇതിനെ പറയുകയോ പറഞ്ഞ് തടിയൂരുകയോ ചെയ്യുക എന്നുള്ള അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇതൊന്നും വേണ്ട വിധം പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളത്. രണ്ടാമത്തത് സെക്യുലർ പാർട്ടികളുടെ മുസ്ലിം ഭീതിയാണ്. ഞാൻ ഇസ്ലാമോഫോബിയ എന്നുള്ളത് ഇപ്പൊ സമീപകാലത്ത്, പ്രത്യേകിച്ച് 9/11 ശേഷം വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു വരുന്നൊരു പദമാണ്. പക്ഷെ അതൊന്നായിരുന്നില്ല അതിനു മുമ്പേ. ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഞാൻ നാസർക്കാർ വിശദമായി പറയുന്നതുകൊണ്ടാണ് ആ ഭാഗത്തേക്കേ പോകാത്തത്. ഇപ്പൊ കേരളത്തിലെ 1957 ആദ്യ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ സഖ്യ ചർച്ചകളൊക്കെ നടന്നപ്പോ മുസ്ലിം ലീഗ് പുറത്ത,
ഒരൊറ്റ പ്രശ്നമുള്ളതായിരുന്നു, അത് മുസ്ലിം ലീഗാണ് എന്നുള്ളതാണ്. അല്ലെ? കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇവിടെ സഖ്യ ചർച്ചകൾക്കൊക്കെ ഏർപ്പാടാക്കി ആള് വന്നു. SK പാട്ടീലാണെന്ന് എന്റെ ഓർമ്മ. വന്ന് ചർച്ച നടത്തി. അവസാനം മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുമുടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം PSPയുമായി സഖ്യം ഉണ്ടാക്കിയാണ് ലീഗ് മത്സരിക്കുന്നത്. പിന്നീട് ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനം തങ്ങൾക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താമെന്ന് കണ്ടുകൊണ്ടാണ് പിന്നീടുള്ള രാഷ്ട്രീയ സഖ്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അത് തരാതരം ഒരിടവേളയ്ക്ക് ശേഷം വർഗീയ കക്ഷിയായി മാറുകയും ആ വർഗീയ കക്ഷി എന്ന് വിളിച്ച ആളുകൾ തന്നെ അവർക്ക് രാഷ്ട്രീയ ലാഭമുണ്ടെന്ന് തോന്നുമ്പോൾ തിരിച്ചു പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിം സംഘടനകൾക്കും ഇത് ആപ്ലിക്കപ്പെടും. അതായിട്ടുണ്ട്. അപ്പം കേരളത്തിന്റെ സഖ്യരാഷ്ട്രീയത്തിലേക്ക് ഇപ്പൊ മുസ്ലിം രാഷ്ട്രീയ സംഘടനമോ മുസ്ലിം പൊളിറ്റിക്കൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ കർത്തൃത്വം അതിൽ ഒരു ഇടം കിട്ടിയത് എന്ന് പറയുന്നത് ഔദാര്യമായിരുന്നില്ല. ആ രാഷ്ട്രീയ ശക്തി അവർക്ക് കൂടി ആവശ്യമാണ് എന്നുള്ള തോന്നലിൽ നിന്നായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നൊരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കേരളത്തിലെ 40% മുസ്ലിം ജനസംഖ്യയുള്ള ഏതാണ്ട് 50ഓളം നിയമസഭാ മണ്ഡലങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 50ഓളം നിയമസഭാ മണ്ഡലങ്ങൾ. ഈ 50ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് എത്രത്തോളം ഈ മുസ്ലിം പ്രതിനിധികൾ വിജയിച്ചു വരുന്നുണ്ടോ നിങ്ങൾ നോക്കിയറിയാം. അപ്പൊ നേരത്തെ ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ബാക്കി അവിടെ നിൽക്കട്ടെ, സ്ഥാനാർത്ഥിയാവാനുള്ള വിന്നബിലിറ്റി എന്നുണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ ഒരു പദം വളരെ വിന്നബിലിറ്റിയാണ് പ്രാധാന്യം. അപ്പോൾ ഈ മുസ്ലിം പേരാണെങ്കിൽ വിന്നബിലിറ്റി അപ്പം തന്നെ ഇല്ലാതായി, അല്ലെ? തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് പിന്നെന്താണ് ക്രിസ്ത്യൻ സ്വതന്ത്രനെ തേടുന്നു. അങ്ങനെയാണ് ഒരു നെറേറ്റീവ് ഉണ്ടാവുന്നത്. കാര്യം അവിടെ ക്രിസ്ത്യൻ സ്വതന്ത്രൻ അല്ലെങ്കിൽ അവിടെ വിജയിക്കാൻ പാടില്ല, വിജയിക്കില്ല. 26% അവിടെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്നാണ് ഈ നമ്മൾ നേരത്തെ കണ്ടതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത്, അല്ലെ? തിരൂരങ്ങാടിയിൽ നിന്ന് AK ആന്റണിക്ക് വിജയിച്ച് കയറാൻ കഴിയും. പാലയിൽ നിന്നോ അല്ലെങ്കിൽ കടുത്തുരുത്തിയിൽ നിന്നോ MA യൂസഫി മത്സരിച്ചാൽ പോലും വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഇപ്പോൾ ഉള്ള പ്രശ്നമല്ല, പണ്ടേ അങ്ങനെയാണ്. നോക്കിയാൽ അറിയാം, കേരളത്തിലെ നിയമസഭയിൽ വന്ന മുസ്ലിം ലീഗിന്റെ അല്ലാത്ത, മുസ്ലിം ലീഗിന് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലാണ് സ്വാധീനം നമുക്ക് പറയാം. കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും സോഷ്യലിസ്റ്റ് പാർട്ടികളിൽ നിന്നും കേരള നിയമസഭയിലേക്ക് വിജയിച്ചു വന്ന ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം പേരുള്ള MLA-മാർ, അവരേതെങ്കിലും മുസ്ലിം ഭൂരിപക്ഷം നിലമല്ല, മുസ്ലിങ്ങൾ നിർണായകമല്ലാത്ത ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് എത്ര പേർ വന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു. കോൺഗ്രസിലും CPM-ലും ഒക്കെ ഉള്ള മുസ്ലിം നേതാക്കന്മാരിൽ മുസ്ലിങ്ങൾക്ക് നിർണായക ജനസംഖ്യ ഇല്ലാത്ത, വോട്ടർമാരില്ലാത്ത മണ്ഡലങ്ങളിൽ മത്സരിച്ച് എത്ര പേരെ വിജയിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു. ഞാൻ ഈ പറഞ്ഞതുപോലെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഒരു മുസ്ലിം വരുന്നതോ തൃശ്ശൂർ കോർപ്പറേഷൻ മേയറായിട്ട് ഒരു മുസ്ലിം വരുന്നതോ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കും. ഇന്നത് വലിയ പ്രശ്നമാണ്. അത് ഏറ്റവും നല്ല ഉദാഹരണമാണ് 2011 5ാം മന്ത്രി വിവാദം. 5ാം മന്ത്രി വിവാദം മുസ്ലിം ലീഗിന് അന്നത്തെ UDF-ന്റെ അംഗസംഖ്യക്ക് അനുസരിച്ച്, കാരണം 36 MLA-മാരുണ്ടായിരുന്ന കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. ലീഗിന് 17 MLA-മാരാണ്. 17 MLA-മാർ. അത് വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 6 മന്ത്രി ഈ സ്ഥാനത്തിന് അർഹതയുണ്ട്. പക്ഷേ അന്ന് 20 MLA-മാർ, ലീഗിന് 20 MLA-മാർ, 4 MLA-ക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ എടുത്താൽ പോലും 5-ലധികം ലീഗിന് കിട്ടണം, അല്ലെ? പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നുമില്ലല്ലോ. ആഭ്യന്തരം ഒരു CH മുഹമ്മദ് കോയക്ക് ശേഷം ഒരു മുസ്ലിം കേരളത്തിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ധനകാര്യ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് ഒരിക്കലെങ്കിലും ഒരു മുസ്ലിം കേരളത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ്. ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ആ 5ാം മന്ത്രി എന്നുള്ളത് ന്യായമായ ഒരു ആവശ്യം. ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് MLA-മാരുണ്ടാകും, MLA-മാരുടെ എണ്ണത്തിനനുസരിച്ചാണ് സർക്കാർ ഉണ്ടാക്കുകയും മുഖ്യമന്ത്രി ഉണ്ടാവുകയും മന്ത്രിമാരും ഉണ്ടാകും. പക്ഷെ മുസ്ലിം ലീഗിന് എത്ര MLA ആയാലും മന്ത്രി 4 പറ്റും. 5ാമത്തതായാൽ സാമുദായിക സന്തുലനം ആകപ്പാട് തകിടം പറയും. ഇത് പൊളിറ്റിക്കൽ ആരോപണമായിരുന്നില്ല, കേരളത്തിലെ പ്രമുഖരായ മാധ്യമ പ്രവർത്തകരുടെ നിരീക്ഷണങ്ങളിലൂടെ നമ്മൾ കേട്ടതാണ്. കേരളത്തിൽ സാമുദായിക സന്തുലനം തകിടം പറയും. പക്ഷെ ഇപ്പൊ പ്രശ്നമല്ല. ഇപ്പൊ മന്ത്രിസഭയിൽ ഏതാണ്ട് 8ഓളം നായർ കമ്മ്യൂണിറ്റി എന്നുള്ള ആളുകളുണ്ട്. 10% വരുന്ന 11% വരുന്ന കേരളത്തിലെ നായർ ജനസംഖ്യയിൽ നിന്ന് 8 മന്ത്രിമാർ ഇന്ന് കേരള മന്ത്രിസഭയിലുണ്ട്. സാമുദായിക സന്തുലനത്തിന് ഒരു പ്രശ്നവുമില്ല. മുസ്ലിം റെപ്രസെന്റേഷനിലേക്ക് വരുമ്പോൾ അത് സാമുദായിക സന്തുലനം തകിടം പറയും. അതിനെ ന്യായമായ രീതിയിൽ ചോദ്യം ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ കൃത്യമായ ഡാറ്റ വെച്ച് പ്രതിരോധിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി കേരളത്തിലെ മുസ്ലിം സംഘടനകൾക്കുമില്ല. ഒരു പ്രതിരോധത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം മുസ്ലിം ലീഗിന്റെ നിലയ്ക്ക് വെച്ചു. ആക്രമിക്കുന്ന ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ആ കൂടി ആക്രമിക്കുക എന്നുള്ളതാണ്. അത് മൊത്തം നമ്മുടെ കേരളത്തിലെ മുസ്ലിം സംഘടനാ പരിസരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പിന്നെ പലപ്പോഴും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ പൊളിറ്റിക്കലായിട്ട് യൂസ് ചെയ്യാനും മിസ്യൂസ് ചെയ്യാനും ഏറ്റവും മിടുക്കന്മാരായ ആളുകൾ. അവരെപ്പോഴും ചെയ്യുക എന്ന് വെച്ചാൽ ഒരു സംഘടനയെ വെച്ച് മറ്റൊരു സംഘടനയെ അടിക്കുക. അവർക്ക് ആവശ്യം വരും, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിന് പോയിട്ട് ആലോചിച്ചു. ഞാനിപ്പോൾ കൗതുകത്തിന് എല്ലായിടത്തും എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. 2026
ജനുവരി 1 2 മുസ്ലിം പത്രങ്ങളുടെ എഡിറ്റോറിയൽ കൗതുകം യാദൃശ്യമായിട്ട് വന്നതാണ്. 2 മുസ്ലിം പത്രങ്ങളുടെ എഡിറ്റോറിയൽ മൂന്നാമത്തെ ഒരു മുസ്ലിം സംഘടനയ്ക്കെതിരെ ആയി 2026 ജനുവരി 1 സിറാജിന്റെയും സുപ്രഭാതത്തിന്റെയും ഏതാണ്ട് സമാനമായ. അപ്പൊ ഞാൻ അവരോട് തന്നെ ഒരു വേദിയിൽ വെച്ച് ചോദിച്ചു, ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയും സുന്നിയും മുജാഹിദും തമ്മിലുള്ള തർക്കങ്ങൾക്കൊക്കെ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2025 നവംബറിലോ ഡിസംബറിലോ പ്രത്യേകിച്ച് അതിൽ പുതുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ജനുവരി 1 മുഖപ്രസംഗം രണ്ടുപേരും മൂന്നാമതൊരു സംഘടനയ്ക്ക് എഴുതാനുണ്ടായ ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നെന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ സാഹചര്യമായിരുന്നു. CPM-ന് ജമാഅത്തെ ഇസ്ലാമിയും തമ്മിലുള്ള തർക്കങ്ങളായിരുന്നു. അതിനെതിരാണ് ഇവര് ഇതിൽ കയറിയിട്ട് ഇത് പിടിക്കേണ്ട കാര്യം. അങ്ങനെ സിമ്പിൾ ലോജിക്ക് വെച്ച് നോക്കാനും. എന്നാൽ ഈ ഭരണത്തിൽ ഇപ്പൊ കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞല്ലോ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സവിശേഷമായി എന്ത് കിട്ടി എന്നുള്ളൊരു അന്വേഷണം വേണ്ടേ? കോളേജുകൾ, എയ്ഡഡ് കോളേജുകൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് കൊടുത്തത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഏതൊക്കെ ട്രസ്റ്റുകൾ കിട്ടി നിങ്ങൾക്ക് അന്വേഷിക്കാം. ഭൂമി പതിച്ചു കൊടുക്കുന്ന സ്ഥിരം കലാപരിപാടികൾ ഏതൊക്കെ പള്ളിക്ക്, അല്ലെങ്കിൽ പള്ളിക്ക് പോട്ടെ, പള്ളിക്ക് അങ്ങനെ വാങ്ങില്ല എന്ന് വിചാരിക്കാം. മുസ്ലിം സാമുദായിക സംഘടനകൾക്ക് ഈ റവന്യൂ ഭൂമി ഇങ്ങനെ പതിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് ആലോചിക്കാം. സർക്കാരിന്റെ ഏതൊക്കെ മേഖല, ഹജ്ജ് ബോർഡും വഖഫ് ബോർഡും അല്ലാത്ത എവിടെയൊക്കെ പ്രാതിനിധ്യം ഉണ്ടെന്ന് ആലോചിക്കാം. ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിലോ ധനകാര്യ കോർപ്പറേഷനിലോ ആരാണുള്ളത് എന്ന് അന്വേഷിക്കാം. അതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ല എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ എടുത്തു നോക്കൂ നിങ്ങൾ, മുസ്ലിങ്ങളും ന്യൂനപക്ഷമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു? ആർക്കൊരു പരാതിയില്ലല്ലോ, ആർക്കൊരു പരാതിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മുസ്ലിങ്ങളുടെ ജനാധിപത്യപരമായി ജനസംഖ്യാനുപാതികമായി വിഭവത്തിലും അധികാരത്തിലും ലഭിക്കേണ്ട പങ്ക് രാജ്യത്ത് പൊതുവെ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ സവിശേഷമായും കിട്ടുന്നില്ല. പക്ഷെ കേരളത്തിൽ നമ്മുടെ ഗൾഫ് സ്വാധീനവും നേരത്തെ പൊളിറ്റിക്സിൽ നമുക്കുണ്ടായിരുന്ന ചില സ്വാധീനങ്ങൾ നേരത്തെ ഇപ്പോഴും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഇവിടെ ഉണ്ട് എന്നുള്ള പ്രധാനമാണ്. അധികാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് പങ്കാളിത്തമുള്ള ഒരു പാർട്ടി ഉണ്ട് എന്നുള്ള പ്രധാനമാണ്. അതും പിന്നെ പൊതുവെ നമ്മൾ നേടിയ സാമൂഹിക വിദ്യാഭ്യാസ പുരോഗതിയും വെച്ച് നോക്കുമ്പോൾ വിസിബിലിറ്റി കൂടുതലുണ്ട്. അപ്പൊ നമ്മളും സ്വയം വിചാരിക്കുന്നു ഈ വിഭവത്തിലും അധികാരത്തിലും ഒക്കെ നമുക്ക് പങ്കാളിത്തമുണ്ട് എന്ന് നമ്മൾ പറയുകയും മറ്റുള്ളവർ അത് ഓവർ പ്രൊജക്ട് ചെയ്തുകൊണ്ട് കൂടുതലുണ്ട് എന്ന് ആക്ഷേപിക്കുകയും ചെയ്യാം. അതിന്റെ റിസീവിങ് എൻഡിൽ, അതിന്റെ പ്രതിരോധ നിരയിൽ മാത്രം നമ്മൾ നിൽക്കുകയും ചെയ്യാനുള്ളതാണ്. ചെയ്യാനുള്ള കാര്യം കൃത്യമായ കണക്കുകൾ വെച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഉറങ്ങുന്നവർ ഉണർത്താൻ കഴിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതെല്ലാം കേട്ട് ഇത് തന്നെയാണല്ലോ ശരിയെന്ന് വിശ്വസിക്കുന്ന വെള്ളാപ്പള്ളി കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എയ്ഡഡ് കോളേജുകളിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണെന്ന് പറയുമ്പോൾ ആണല്ലോ എന്ന് നിഷ്കളങ്കമായും സ്വാഭാവികമായും തോന്നുന്ന മനുഷ്യന്മാരുടേതല്ല കണക്കിതാണ് എന്ന് പറയാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത്തരം ഒരു ബാധ്യതാ നിർവഹണത്തിന്റെ ഒരു ഘട്ടമായി ഞാൻ ഈ ചർച്ചയെ കാണുകയാണ്. എനിക്ക് പിന്നാലെയുള്ള ആളുകൾക്ക് വഴിമാറുന്നു. താങ്ക് യു.